ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും
വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്ക്. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 126-ന്റെ 2-ാമത്തെ വാക്യം. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. അത്ര മനോഹരമായൊരു അനുഭവമാണ് വേദോസ്തത്തിലെ 2 സ്ഥലത്തും എഴുതിയിരിക്കുന്ന. വേറെയും അനേക കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ഇത് നമ്മുടെ ആത്മീയമായ ബന്ധനം അഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വചനം പറയുന്നു, എപ്പോഴും സന്തോഷിക്കാൻ പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ പറയുന്നു. ഇതൊരു മരീചിക പോലെയാണ് ഈ ക്രിസ്തീയ സഹോദരങ്ങൾ പോലും കാണുന്നത്. എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമോ? ഇടപെടാതെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഫിലിപ്പർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവസനയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകലത്തെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പോൾ അതിമനോഹരമായൊരു അനുഭവമാണ് ക്രിസ്ത്യ ജീവിതം. അനുഭവിക്കേണ്ട ജീവിതമാണ്, ദൈവം തരുന്ന ജീവിതമാണ്, ദൈവത്തോടു കൂടി ജീവിക്കുന്ന ജീവിതമാണ്, ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിക്കുന്ന ജീവിതമാണ്. ആകുലമില്ലാതെ, ടെൻഷനില്ലാതെ, ആവലാതിയില്ലാതെ, പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ഈ ലോകത്തിലോ പരിസരത്തോ എന്ത് നടക്കുന്നു ഇതൊന്നും ഒരു വിഷയമാക്കാത്ത ജീവിതമാണ്. ആരോടാ പറയുന്നത്? കുടുംബമായി ജീവിക്കുന്ന നമ്മളോടാ. നമുക്കറിയാം, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കലുഷിതമായ ഒരു സംഭവമാണ് കുടുംബജീവിതം. പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ എന്ന് വേണ്ട, ഭാര്യയുടെ പ്രശ്നം, മക്കളുടെ പ്രശ്നം, കാഴ്ചപ്പാട് ചർച്ചയില്ലാത്ത ജീവിതം, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ. ഞാൻ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലും അനവധി പ്രശ്നങ്ങൾ ഒരു യഥാർത്ഥ സമർപ്പണമുള്ള ദൈവം മാറ്റിക്കളയും. അതായത് വേലിക്കെട്ടെന്ന് പറയുന്നത്. ദൈവം വേലി കെട്ടി സൂക്ഷിക്കുക, തീ മതിൽ സംരക്ഷണം. അനേക രോഗങ്ങൾ പോലും നമ്മൾ ശരിയായൊരു സമർപ്പണം എടുത്താൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ അങ്ങനെ ദുഷ്ടാത്മസേനകൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം അനുവദിക്കും. എവിടെ? നാളുകൾ കഴിഞ്ഞിട്ടും അവന് മാറ്റം വരുന്നില്ലെങ്കിൽ, ഉദ്ദേശിക്കുന്ന രൂപാന്തരം വരുന്നില്ലെങ്കിൽ, ദൈവം ചിലപ്പോൾ സാത്താൻ കയറി പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തുന്നിരിക്കും. ഈ യോബിൻ്റെ ജീവിതത്തിൽ നമ്മളത് കണ്ടതാണ്. അവന് അവൻ്റേതായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നു. അവന് പാപബോധമില്ല, അവൻ്റെ പരിശുദ്ധം മാറുന്നില്ല, അവൻ്റെ സ്വയം മാറുന്നില്ല, അവനെക്കുറിച്ചുള്ള അഭിമാനം മാറുന്നില്ല. അവനാണ് എല്ലാവരെക്കാളും നല്ലവന്, എന്നെ കൊഞ്ഞ് വേറെ ഒന്നുമില്ല, എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ വേറെ ഒന്നുമില്ല, ദൈവം എൻ്റെ കൂടെയാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പോകുന്ന ജീവിതങ്ങളുണ്ട്. അവിടെ ദൈവം ചിലപ്പോൾ കഷ്ടത കൊടുത്തുന്നിരിക്കും, രോഗം കൊടുത്തുന്നിരിക്കും. അത് ദൈവം കൊടുത്തതാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം അതിന് പരിഹാരം ഉണ്ടാക്കിയാൽ രോഗം മാറുകയും ചെയ്യും. ഞാൻ എല്ലാ രോഗത്തെക്കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ വരുന്നത് എല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവം അത് അറിഞ്ഞിട്ടാണ്. ഞാൻ ഉദ്ദേശമുണ്ട്, വ്യക്തമാണ്. എനിക്ക് രോഗം വന്നു, എനിക്ക് ക്യാൻസർ വന്നു. 39-ാമത്തെ വയസ്സിൽ എനിക്ക് ക്യാൻസർ വന്നു. ഞാൻ ചിന്തിച്ച് എന്താണ് ഈ ക്യാൻസർ വരാൻ കാര്യം? ഞാൻ അതിന് മുമ്പ് നല്ല എക്സസൈസൊക്കെ ചെയ്യും, ഇത്ര മണിക്കൂർ നടക്കും, ആഹാരത്തിനകത്ത് ക്രമീകരണങ്ങളൊക്കെ വരുത്തും. വേറൊന്നുമല്ല, ആയുസ്സും കിട്ടിക്കൊണ്ട് പോകാം. ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണല്ലോ, എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ധാരണ, ആയുസ് വേണം, നന്നായിട്ട് ജീവിക്കണം, ആത്മീയ ബേസൊക്കെ ഉണ്ട് താനും. പക്ഷേ അതിനകത്തും ഉണ്ടായിരുന്നൊരു പെശക്. എനിക്ക് എൻ്റെ ജീവിതം നന്നാകണം, എനിക്ക് ആയുസ് വേണം, എനിക്ക് നന്നായിട്ട് ജീവിക്കണം എന്നല്ലാതെ എൻ്റെ ദൈവത്തിനെ പ്രസാദകരമായി ജീവിക്കാൻ എനിക്ക് ആയുസ് വേണം എന്നുള്ളതായിരുന്നില്ല അന്നത്തെ ലക്ഷ്യം. എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം, എൻ്റെ ദൈവം സന്തോഷിക്കണം, എൻ്റെ ദൈവത്തിനെടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എടുത്ത് ഉപയോഗിക്കണം. അതിന് വേണ്ടത് എന്താണ്? ശുദ്ധീകരണമാണ്.
പിശാചിൻ്റെയും ലോകത്തിൻ്റെയും അവകാശങ്ങൾ ഒന്നുമില്ലാത്തൊരു ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിന് സ്വാതന്ത്ര്യമായിട്ട് ഒരു മനുഷ്യനിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അന്നൊന്നും എനിക്ക് ആ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ സമർപ്പണം ഇല്ലെങ്കിൽ പോലും ദൈവം അടുത്ത് വന്ന് എന്നോട് ഇടപെട്ടു, മകനെ നീ മരിക്കയില്ല, നിനക്ക് ചില കാര്യം മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ രോഗം തന്നത്. എന്താണ്? ആയുസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ ജീവിക്കാൻ ദൈവം തന്ന ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? മനോഹരമായൊരു കൂട്ടായ്മയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ കൂട്ടായ്മയിൽ നയിക്കുന്നവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ രോഗത്തിന് മുമ്പിൽ. എൻ്റെ വില എന്താ നീ അറിയുക? നീ ഭൂമി ജീവിക്കുമ്പോൾ, നീ യൗവനക്കാരനായി ജീവിക്കുമ്പോൾ, നീ പണം ഉണ്ടാക്കി ജീവിക്കുമ്പോൾ, കുടുംബം പോറ്റി ജീവിക്കുമ്പോൾ, മക്കളെ വളർത്തി ജീവിക്കുമ്പോൾ, നിനക്ക് നല്ല വേലിക്കെട്ടൊക്കെ ഞാൻ തന്നപ്പോൾ നീ ഒരു കാര്യം മറന്നു പോകുന്നു. നീ ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടിയല്ല, നല്ല പ്രിൻസിപ്പിളൊന്നും അല്ല, കൂട്ടായ്മ ജീവിതവും അല്ല. നീ എനിക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. നീ താൻ തോന്നിയാ ജീവിച്ചപ്പോൾ ഞാനാണ് നിന്നെ പിടിച്ചത്, കൂട്ടായ്മയല്ല നിന്നെ പിടിച്ചത്. ഞാനാണ് നിൻ്റെ അടുത്ത് വന്ന് നിൻ്റെ ഹൃദയം ചോദിച്ചത്. എൻ്റെ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് നിൻ്റെ പാപം കഴുകിയത്. ഞാനാണ്, എൻ്റെ ആത്മാവിനെയാണ് ഞാൻ നിനക്ക് തന്നത്. നിൻ്റെ കടപ്പാടും സ്നേഹവും എല്ലാം എന്നോടായിരിക്കണം. നീ ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടിയാണ്. നിൻ്റെ ആയുസ് എനിക്ക് വേണ്ടിയാണ്. നിൻ്റെ ആരോഗ്യം എനിക്ക് വേണ്ടിയാണ്. ഞാൻ കൊരുത്തരിച്ചു പോയി. കാരണം ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. കാര്യം കൂട്ടായ്മ ജീവിതം, നന്നായിട്ട് ജീവിക്കണം, പ്രിൻസിപ്പിളുള്ള ജീവിതം, കൂട്ടായ്മ പോകണം, വരണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ അങ്ങനെയുള്ളൊരു ജീവിതം. അല്ലാതെ യോബ് ജീവിച്ച പോലെ തന്നെ ഒരു ജീവിതമായിരുന്നു. എന്നാൽ ഒരു മരണക്കടക്കയിൽ ശത്രുപകാശം പറയുന്ന പാപങ്ങൾ, ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് ആയുസ് നീട്ടിത്തരാമെന്ന് പറഞ്ഞു. നീ ശുദ്ധീകരണം പ്രാപിച്ച് എനിക്ക് പ്രസാദകരമായി നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് ചിരി വേണം, ആർപ്പ് വേണം, സന്തോഷം വേണം, കൂട്ടായ്മ കുടുംബം ഹല്ലേലൂയ പറയണം, കൈ ഉയർത്തണം, എല്ലാം ആവശ്യം, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം, ഇത് വരുന്നത് എപ്പോഴാണ്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ശത്രുവകാശം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷേ വാസ്തവമായി ആത്മാവിൻ്റെ ആരാധന എന്ന് പറയുന്നത് ശുദ്ധീകരണം പ്രാപിച്ചവരിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മ നടത്തുന്ന ഒരു കാര്യമാണ്. യോബിന് സംരക്ഷണ വേലി ദൈവം കൊടുത്തു. ആ വേലി പൊളിക്കാൻ അധികാരമുള്ളവനായിട്ട് ഈ സാത്താൻ കയറി വരികയാണ്. വേലി പൊളിഞ്ഞു, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവൻ ദൈവഭക്തനായിരുന്നെങ്കിലും, ദോഷം വിട്ട് അകലുന്നവനായിരുന്നെങ്കിലും, നിഷ്കളങ്കനായിരുന്നെങ്കിലും, നീതിമാനായിരുന്നെങ്കിലും, അവനിലും ശത്രു അവകാശം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ പാരമ്പര്യത്തിൻ്റെ ശാപം നിസ്സാരമൊന്നുമല്ല. അവനൊന്ന് മാനസാന്തരപ്പെട്ടു എന്നുള്ളതൊന്നുകൊണ്ടൊന്നും അവൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നില്ല. അവൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ദൈവം ക്ഷമിച്ചു കൊടുത്തത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ സ്വഭാവം അവിടെ നിലനിൽക്കുന്നു. എന്ത് പാപവും വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ വേരവിടെ കിടപ്പുണ്ട്. പാരമ്പര്യത്തിൻ്റെ ശാപം അവിടെ കിടപ്പുണ്ട്. ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ വീണ്ടും പാപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പരാതി പറയുന്നൊരു അവസരമുണ്ട്. ദുർസാക്ഷ്യം പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായിട്ടും കൃത്യമായിട്ടും നല്ല കാലത്ത് നമുക്ക് വചനം തരുന്നത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവസ്നേഹം കണ്ടെത്താൻ പറ്റില്ല. നമുക്ക് പരാതിയേ വരികയുള്ളൂ, സങ്കടമേ വരികയുള്ളൂ, നിരാശയെ വരികയുള്ളൂ. എല്ലാ പ്രശ്നങ്ങളും കൂടെ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് നിൽക്കാൻ സാധിക്കാതെ വരും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനം 126:12 പറയുന്നുണ്ട്, ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും ഉണ്ടായിരുന്നു. ഒരു കാലം ഉണ്ടായിരുന്നു, സ്വന്തം ദേശത്ത് നടന്ന കാലം, ഇസ്രായേലിൽ ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു, ആരാധനയുള്ള ദേവാലയമുള്ള സ്ഥലത്ത് ജീവിച്ച കാലമുണ്ടായിരുന്നു, യാഗം കഴിച്ച് നടന്നൊരു കാലമുണ്ടായിരുന്നു, ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്നും കിന്നരമൊക്കെ ഉണ്ട്, ഇന്നും പാട്ടൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ പാടാൻ നാവ് തുറക്കണില്ല. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കിന്നരങ്ങൾ അലറി വൃക്ഷത്തിന് മേൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ പാടുമെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ബാബേലിൽ കഴിയുമ്പോൾ, അന്യദേശത്ത് കഴിയുമ്പോൾ, അടിമ വീട്ടിൽ കഴിയുമ്പോൾ ഞങ്ങൾ എങ്ങനെ പാടുമെന്നാണ് ചോദിക്കണേ. അവിടെ നാവ് അടഞ്ഞുപോയി. പാട്ടറിയാം, വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ബന്ധനത്തിലായിപ്പോയി. യെരുശലേമിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ബാബേലിൽ സാധിക്കില്ല.
എന്താ പ്രിയരെ നമുക്ക് പഠിക്കാനുള്ളത്? എൻ്റെ ജീവിതം എൻ്റെ ആത്മാവ് ബന്ധനത്തിലാണെങ്കിലും എനിക്ക് കഴിഞ്ഞ കാലങ്ങൾ നല്ലതുണ്ടെങ്കിലും അതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. ആത്മാവിൻ്റെ ആരാധന വരില്ല. ഹൃദയത്തിൽ നിന്ന് അന്തരാത്മാവിൽ നിന്നുള്ള സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരാധന വരില്ല. ശമരിയാക്കാരി സ്ത്രീ വെള്ളം ചോദിച്ചു എന്ന് പറഞ്ഞാൽ, ശരിയായിട്ട് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആരാധനയാണ് ചോദിച്ചത്. ഞാനങ്ങനെയാണ് കാണുന്നത്. വെള്ളം അവൾക്ക് വേറെയും കിട്ടും, പിന്നെ കർത്താവ് കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവൾ വാസ്തവമായി ചോദിച്ചത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആത്മീയ നിലവാരമാണ് ചോദിച്ചത്. സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരാധന അവൾക്ക് പറഞ്ഞു കൊടുത്തു കർത്താവ്. അതാണ് അവൾ ചോദിച്ചത്. കർത്താവിനെ പറഞ്ഞ് ഞാൻ നിനക്ക് തരാം, പക്ഷെ ആദ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നീ പോയി നിൻ്റെ പ്രധാനം വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. പ്രിയപ്പെട്ട, ഞാൻ അതിലേക്ക് കടക്കാനല്ല ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ ആരാധന കിട്ടണമെങ്കിൽ, വാസ്തവമായ സമാധാനവും സന്തോഷം കിട്ടണമെങ്കിൽ, സ്വർഗത്തിൻ്റെതായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ വാസ്തവ ബന്ധനം വഴിയണം. അനേകർക്കത് മനസ്സിലാകണില്ല, അനേകർ അതിന് ഗൗരവം കൊടുക്കുന്നില്ല. ഈ സത്യം ഒരു കാലം എത്ര കഴിഞ്ഞാലും, കൂട്ടായ്മകൾ എത്ര മാറിയാലും, ആരെല്ലാം കൂട്ടായ്മയെ നേതൃത്വം കൊടുത്താലും ഇതിന് യാതൊരു മാറ്റമില്ല. ദൈവത്തിന് മാറ്റമില്ലാത്ത പ്രിൻസിപ്പിളാണ്. സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരാധന എന്ന് പറയുന്നത് ആത്മാവിലുള്ള ആരാധനയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവൻ്റെ അന്തരംഗം മനുഷ്യാത്മാവും ദൈവാത്മാവും കൂടെ ചേർന്നിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ആ ഒരൊറ്റ ജോലിയേ ഉള്ളൂ. ഇവിടെയും അക്രദേശ എന്നാലും ഇവിടെ വേറെ ജോലിയൊന്നുമില്ല. വനസൂഷയെന്നോ മറ്റേന്നൊക്കെ പറയുന്നതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ആരാധനയുള്ളവനായിരിക്കണം. അതാണ് വായിലെ ചിരിയും അധരങ്ങളിൽ ഉല്ലാസവും എന്ന് പറയുന്നതിൻ്റെ കാര്യം. നാവ് കൊണ്ടാണല്ലോ നമ്മൾ സ്തുതിക്കുന്നത്. പക്ഷെ ഹൃദയത്തിൽ നിന്ന് സ്തുതി വരാതെ വായിൽ കൂടെ വെളിയിലേക്ക് വരാൻ പാടില്ല. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വാ സംസാരിക്കുന്നതെന്ന് വചനം പറയുന്നുണ്ട്. ഹൃദയത്തിൽ ആരാധനയില്ലെങ്കിൽ എങ്ങനെ നാവിലത് വരും? ഇനിയും നിൻ്റെ വായിൽ തരാമെന്നാണ് പറഞ്ഞേ കർത്താവ്. തന്നെ കേൾക്കുന്ന അനേകരുണ്ട് ആരാധന മുടങ്ങിപ്പോയവർ, നാവ് ബന്ധനത്തിലായവർ, ചലിക്കാൻ പറ്റാതിരിക്കും. ഒരു ആദ്യ സ്നേഹം കിട്ടിയപ്പോൾ നാവ് സ്തുതിച്ചതാ, മതിമറന്ന് സ്തുതിച്ചവരാ. മുഴങ്കാലം അടക്കിയിരുന്ന് എത്ര പ്രാർത്ഥിച്ചാലും കൊതിയിരാതെ വണ്ണം പ്രാർത്ഥിച്ചവരാണ്. ആത്മാവിൽ പറന്നു പോയവരാണ്. ഒരു ബന്ധനം ഉണ്ടായിരുന്നില്ല അന്നേരം. ഈ ഭൂമിയിലാണ് ജീവിക്കുന്ന പോലും ഒരു ബോധമില്ലാതെ ജീവിച്ചൊരു കാലമുണ്ട്, ആരാധിച്ചൊരു കാലമുണ്ട്, മതിമറന്ന് ആരാധിച്ചൊരു കാലമുണ്ട്. അന്നേരം ഒരു പാളി ചിന്തയും വരില്ല, ഒരു ലോകകാര്യങ്ങളും വരില്ല, ഒന്നും വരില്ല. എല്ലാം ദൈവം വെട്ടിമാറ്റിയിട്ട് ആത്മാവിലെ സ്വർഗത്തിലെ ദൈവമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് സ്വർഗത്തിലേക്ക് ഉയർന്ന് പറന്നു പൊങ്ങിയ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അത് ഇനിയും തരാമെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണത് കിട്ടണേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ വേദോസിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ എല്ലാം എന്നോടാണ്. ഏത് കഥാപാത്രത്തെ എടുത്താലും അത് എനിക്കതിനകത്തുനിന്നുള്ള ദൂതെന്താണ്, എനിക്ക് തിരുത്താനുള്ള കാര്യം എന്താണ്, എൻ്റെ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്. വായിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. വായിക്കാം, ആർക്ക് വേണേലും വായിക്കാം. പക്ഷേ എത്യോപ്യയിലേക്ക് പോയ ഷണ്ണനോട് ഫിലിപ്പോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അന്നേരം ഷണ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്, ആരെങ്കിലും പൊരുൾ തിരിച്ചതായിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? പൊരുൾ തിരിച്ചറിയാൻ ഒരാൾ വേണം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വേറെ ദിവസം വെറുതെ വായിച്ചൊന്നുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല, ഒന്നും മനസ്സിലാവില്ല. പക്ഷേ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അതിൽ കൂടെ എൻ്റെ ഹൃദയത്തോട് സംസാരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കാലത്തിൽ ജീവിക്കുന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ കൂടെ ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഇതിൽ കൂടെ ഞാൻ ദൈവത്തിൻ്റെ സങ്കടം മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ടും വ്യക്തമായിട്ടും സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്. വഴിയതാവുന്നു ഇതിൽ നടന്നുകൊള്ളുക എന്ന് പറയുന്നൊരാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെ ഇല്ലാതെ എങ്ങനെ നമുക്ക് ആത്മജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും? കഷ്ടത ശരീരത്തിൽ വന്നു യോബിന് അത് ദൈവത്തെ തിരിച്ചറിയുന്നതിന് പകരം പരാതിയായിട്ട് മാറി. അനേകർക്ക് വരുന്നൊരു കുഴപ്പമാണ്, ദൈവം നമുക്ക് മനസ്സാന്തരപ്പെടാനും നമ്മുടെ ശരിയായിട്ട് അവസ്ഥ മനസ്സിലാക്കാനും ശത്രുവിൻ്റെ അവകാശം എന്തെല്ലാമാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ ദൈവം പല വഴികൾ ഉപയോഗിക്കും. ചിലപ്പോൾ കഷ്ടതയായിരിക്കാം, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ കടമായിരിക്കാം, ചിലപ്പോൾ മക്കളുടെ പ്രശ്നങ്ങളായിരിക്കാം. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിൽ കൂടെ എല്ലാം ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ തിരുത്താൻ എന്തുണ്ട്, എനിക്ക് ശത്രു അവകാശം പറയാനുള്ള കാര്യങ്ങൾ എന്തുണ്ട്,
ഞാൻ ദൈവത്തിന് വേണ്ടി മെനഞ്ഞവനാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാനുള്ള മൺകൂടാരമാണ്, ഇവിടെ ശത്രുവിന് യാതൊരു അവകാശവുമില്ല. ഞാനത് തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ നാവ് കൊണ്ട് തന്നെ പറയണം, ഞാൻ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്, പിശാചിന് ഒരു അവകാശത്തിനകത്ത് വരാൻ പാടില്ല, ഞാൻ അതിനോട് യാത്ര പറയുന്നു. കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാരണം ഈ മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡാണ്. പാരമ്പര്യമായിട്ട് 3, 4 തലമുറയുള്ള പിതാക്കന്മാരുടെ ശാപം നമ്മുടെ തലമേലുണ്ട്. അത് അധികം പേരും അറിയുന്നത്. ഞാൻ ഒരു സമയത്ത് അന്താളിച്ചു പോയി. കർത്താവെ, 3, 4 തലമുറയുള്ള പിതാക്കന്മാരുടെ ശാപം എങ്ങനെ ഞാൻ മാറ്റും? ദൈവം പറഞ്ഞു, നീ എന്നോട് പേടിക്കണ്ട. നീ നിൻ്റെ പാപം ആദ്യം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എൻ്റെ ആത്മാവിനെ നീ പ്രാപിച്ചു കഴിയുമ്പോൾ ബോണസായിട്ട് ഞാൻ നിനക്ക് തരൂ. ഇതെല്ലാം പിതാക്കന്മാരുടെ ശാപം എല്ലാം നിൻ്റെ മേലെ വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്തൊരു സമാധാനം! പിതാക്കന്മാർ ചെയ്ത് കൂട്ടിയ പാപം എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരികയാണ്. അവൻ അവകാശം പറഞ്ഞു വരികയാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമ്പോൾ, എനിക്ക് ശരിയായ മാനസാന്തരം വരുമ്പോൾ, ശുദ്ധീകരണത്തിനായി എൻ്റെ ജീവിതം ഞാൻ വേർതിരിക്കുമ്പോൾ, ദൈവം തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് പിതാക്കന്മാരുടെ ശാപം എന്നിൽ നിന്ന് നീക്കുക എന്നുള്ളത്. ഇയ്യോബിന് ഈ ജീവിതത്തിൽ ദൈവം പാടുപെട്ടാണെങ്കിലും ശരി, ഇയ്യോബിന് ഒരു വലിയ മാനസാന്തരം കൊടുത്തു. അതാണ് പ്രവാസത്തിലേക്ക് നമ്മൾ സാത്താൻ്റെ അടിമന്ന് കൊത്തി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് റിസൾട്ട് എന്നാന്ന് ചോദിച്ചാൽ പരിഭവങ്ങൾ, പ്രയാസങ്ങൾ, ന്യായങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റം കാണുക, നമുക്ക് തിരുത്താൻ പറ്റാത്ത മനോഭാവം, എന്താ, കടുത്ത നിരാശ വരികയും ചെയ്യും. എല്ലാം ചെയ്യുന്നത് തട്ടുന്ന ദൈവത്തോടാണ്. ദൈവം എന്നെ സഹായിച്ചില്ല, ദൈവം കഷ്ടത മാറ്റിയില്ല, ദൈവം ഈ പ്രയാസം എനിക്ക് മാറ്റിയില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നൊരു പരാതി വരുന്നത് പിശാച് നമ്മളിൽ അവകാശം പറയുന്നുകൊണ്ടാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ ജോലി എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക, ദൈവദൂഷണം പറയുക. അത് തന്നെയാണ് ദൈവത്തെ മനസ്സിലാക്കാത്ത മനുഷ്യനും ചെയ്യുന്നത്. പിശാചിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ സ്വഭാവം മനുഷ്യൻ കാണിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെയും, ദൈവം ആർദ്രതയോടെ കരുണയോടെ നോക്കി നിൽക്കുകയാണ്. ഒരു കഷ്ടത വരുമ്പോൾ അവൻ എങ്കിലേക്ക് വരുമോ? പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, പല പ്രശ്നം കൊടുത്തിട്ടും അവരെ മാനസാന്തരപ്പെട്ടില്ല. കഷ്ടത കൊടുത്തു, മാനസാന്തരപ്പെട്ടില്ല. അവർക്ക് വചനം കൊടുത്തു, അവർ മാനസാന്തരപ്പെട്ടില്ല. അവർക്ക് അടിമനുഖത്തിലേക്ക് അവർ കൊണ്ടുപോയി, മാനസാന്തരപ്പെട്ടില്ല. തൽക്കാലം ഒരു ചെറിയ ഇതൊക്കെ വരും. ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്കറിയാം, 21-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം, ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കിയെന്നവിടെ പറയുന്ന ഒരു അബ്രഹാമിൻ്റെ ഭാര്യയുണ്ട്, സാറ. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി. ഇതിൻ്റെ കാരണം എന്നാ? സാറയ്ക്ക് ഒരു മകൻ ജനിച്ചു. മകൻ ജനിച്ചതുകൊണ്ട് എനിക്ക് ചിരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം മകൻ ഇല്ലാത്ത കാലത്ത് ചിരിയില്ല. വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് ജനിച്ചപ്പോഴാണ് സാറയ്ക്ക് ചിരിയുണ്ടായത്. ഇന്ന് അനേകർക്ക് ചിരിയില്ലാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, വാഗ്ദത്ത സന്തതി ഹൃദയത്തിലില്ല. നിങ്ങൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കണമേ. കൂട്ടായ്മയുടെ വലിപ്പം നോക്കിയിട്ടല്ല യേശു എൻ്റെ ഹൃദയത്തിലുണ്ടോ നോക്കുന്നത്. ഞാൻ ഇന്ന കൂട്ടായ്മയിലാന്ന് പറയുന്നതുകൊണ്ടല്ല യേശു എൻ്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾ ഏത് കൂട്ടായ്മ വേണം പൊയ്ക്കോളൂ, യേശു ഹൃദയത്തിലുണ്ടോ നോക്കണം. യേശു ഹൃദയത്തിൽ തേജസ്സോടെ ഇരിക്കാൻ ഉതകുന്ന ഏതുണ്ട്? യേശു വാഗ്ദത്ത സന്തതി, പിതാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ സ്ഥിരമായി വന്നു വസിക്കാനുള്ള അനുകൂല സാഹചര്യം എവിടെയുണ്ട്? പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. 25 കൊല്ലക്കാലം വാഗ്ദത്തം കിട്ടിയിട്ട് അബ്രഹാമിനും അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയും സങ്കടവും നിരാശയും പ്രയാസവും ഭാരം. 12-ാമത്തെ അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, അബ്രഹാമിനോട് ദൈവം നേരിട്ട് സംസാരിച്ചു. ഞാൻ നിൻ്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ അവകാശമാണെന്ന് പറഞ്ഞു, ഞാൻ നിനക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അബ്രഹാം എന്നാ പറഞ്ഞ്, എൻ്റെ അവകാശം വേറെ ആരുണ്ട്? ഈ ദമ്മേശക്കാരനായ എലിയാസറല്ലേ, എനിക്കൊരു മകൻ വേണം. ഞാനാണ് നിൻ്റെ അതിമുഖത്തായ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് അബ്രഹാമിന് പോരാ. അബ്രഹാം പറഞ്ഞു, എനിക്കൊരു സന്തതിയെ വേണം, കൊടുക്കാമെന്ന് പറഞ്ഞു. 25 കൊല്ലം കാത്തിരുന്നു. ഈ 25 കൊല്ലം കാത്തിരിക്കുമ്പോൾ രണ്ടുപേരും കിടത്തുന്ന നിരാശയിലാണ്. ദൈവം 25 കൊല്ലം കാത്തിരിക്കാമെന്നും പറഞ്ഞില്ല, തരാമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന് അനുഗ്രഹം തരണമെങ്കിൽ എനിക്ക് ശുദ്ധീകരണം വേണം. എൻ്റെ ആളത്തെ മോശമാണ്, അതിലേക്കൊരു വാഗ്ദത്ത സന്തതി വരില്ല. അബ്രഹാമിൻ്റെ കാലം നമുക്കറിയാമല്ലോ. ഞാൻ ഏക്കൊന്നും കയറാൻ ആഗ്രഹിക്കുന്നില്ല. അവസരം വന്നപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് പോയ ആളല്ലേ? അവസരം വന്നപ്പോൾ ദാസിയെ ഭാര്യയാക്കി എടുത്ത ആളല്ലേ? അവസരം വന്നപ്പോൾ ഭാര്യയുടെ വാക്ക് കേട്ട ആളല്ലേ? ദൈവത്തിന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആ ആൾക്ക് എങ്ങനെ വാസസന്തതിയെ കൊടുക്കാൻ പറ്റും?
പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം വാഗ്ദത്ത സന്തതിയായ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിൽ വരണമെങ്കിൽ തെറ്റിൻ്റെ പ്രവണതയെല്ലാം മാറിയേ പറ്റുള്ളൂ. അതിനൊരു സമർപ്പണം വേണം. ആത്മാവ് വന്നിട്ടാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് എങ്കിൽ പോലും കർത്താവേ, എൻ്റെ ലാക്കും ലക്ഷ്യം അതാണ്. എൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട്, ഇന്ന കാരണങ്ങൾ എന്നെ വലയ്ക്കുന്നുണ്ട്, എൻ്റെ ചിന്ത ശരിയല്ല, എൻ്റെ വികാരങ്ങൾ ശരിയല്ല, എൻ്റെ സ്വപ്നം ശരിയല്ല, എൻ്റെ പ്രതികരണങ്ങൾ ശരിയല്ല, ഞാൻ ഇന്ന ആളെ കണ്ടപ്പോൾ ഇന്ന ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു, ഞാൻ ആള് ശരിയല്ല, നിന്റെ ആത്മവസിക്കാനുള്ള യോഗ്യത എനിക്കില്ല, വചനം പറയാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കണം. ദൈവസന്നിധി ചെന്നിട്ട് ഇതെല്ലാം ഏറ്റു പറഞ്ഞു പഠിച്ച്, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ വരണം, എൻ്റെ തുരുത്തി എനിക്ക് നീ പുതിയതാക്കി തരണം. പകരുന്ന വീഞ്ഞാണെന്ന് എനിക്കറിയാം, തുരുത്തി പൊളിഞ്ഞു പോകും, വീഞ്ഞു പോകുമെന്ന് എനിക്കറിയാം. ഞാൻ അനുഭവിച്ച മനുഷ്യനാണ്. ആദ്യ സ്നേഹം ലഭിച്ച കാലത്ത് ഈ പഴയ തുരുത്തിയിലേക്ക് നീ വീഞ്ഞ് തന്നതാണ്. കർത്താവിനറിയാം വീഞ്ഞ് പൊളിയുമെന്നറിയാം, പക്ഷേ എനിക്കത് ബോധ്യം വരണ്ടേ. പൊളിഞ്ഞു പ്രിയരെ, വീഞ്ഞും പോയി, തുരുത്തിയും പോയി. ഞാൻ കഷ്ടപ്പെട്ട പാട് എനിക്കറിയാം. എത്രയോ കാലം ഞാൻ ഇന്ന് കാത്തിരുന്നു, എത്രയോ കാലം അനുതാപത്തോടിരുന്നു, എത്രയോ കാലം സങ്കടത്തോടെ നിരാശ വന്നിട്ടുണ്ട്, ഭാരം വന്നിട്ടുണ്ട്, ആകുലം വന്നിട്ടുണ്ട്. ദൈവത്തെ അന്നൊന്നും അറിയാൻ പാടില്ല. ദൈവസ്നേഹം ഇത്ര വലുതാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാനെങ്കിലും കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ കാത്തിരുന്നൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കാലം കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ സ്വർഗ്ഗരാജ്യത്തിൽ എത്തില്ല, നീ എന്നെക്കുറിച്ച് കണ്ട കാഴ്ചപ്പാടൊന്നും കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ കാര്യം കഷ്ടത്തിലാകും, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ മനസ്സിലാക്കി, ഒരു വ്യക്തിക്കും എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല, എൻ്റെ ഹൃദയം കഴിയാൻ വേറെ ആർക്കും സാധ്യമല്ല, എന്നെ കഴിവെടുപ്പാക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല, എനിക്കെൻ്റെ നാവിലൊരു സ്തുതിയോ ചിരിയോ വരാൻ സാധ്യമല്ല. ഞാൻ ഏകാന്തനായി ഇങ്ങനെ നടക്കുകയാണ്, ഞാൻ വലഞ്ഞു പോയൊരു മനുഷ്യനായിരുന്നു. ദൈവനോട് കരുണ കാണിച്ചു, മകനെ, ഞാൻ വരാം, ഞാൻ നിൻ്റെ ഉള്ളത്തിലേക്ക് വരാം, ഞാൻ വന്നെല്ലാം ശരിയാക്കി തരാം. നീ എന്നോട് പറഞ്ഞ സകല കാര്യങ്ങളും ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. നീ പറഞ്ഞൊക്കെ നിറവോടെ ഞാൻ തരാം. കുലുക്കി കുത്തി കവിയെന്ന് വലിയൊരളവ് ഞാൻ നിനക്ക് തരാം. ആവോളം മതി മറന്ന് മതി കർത്താവേ എന്ന് പറയുന്ന പോലെ ഞാൻ നിനക്ക് സമാധാനം കൊണ്ട് നിറയ്ക്കാം. എന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം. ഞാൻ നിൻ്റെ തോളത്ത് തട്ടാം. നിൻ്റെ കണ്ണുനീർ ഞാൻ തുടച്ചു തരാം. നീ എന്നെ കാണും. നീ മോശ കണ്ടതുപോലെ നീ എന്നെയും കാണും. സ്തോത്രം. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ പ്രിയരെ, ഇതൊന്നും കെട്ടുകഥകളൊന്നുമല്ല. അനേകയുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ക്രിസ്തു, അതൊരു പരമസത്യമാണ്. നീ ഹൃദയം വെടിപ്പാക്കാൻ തീരുമാനിച്ചാൽ ക്രിസ്തു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും, നിന്റെ വീട്ടിലേക്ക് കടന്നു വരും, നിനക്ക് ചുറ്റും വേലിക്കെട്ടവൻ തരും. ആവോളം നീ മതി മറന്ന് സ്തുതിക്കാൻ തുടങ്ങും. നിനക്ക് പിന്നെ യേശു അല്ലാതെ വേറെ ഒന്നും ഒരു വിഷയമല്ല. ആ നിർമ്മലൻ നിന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ നിന്റെ ഹൃദയം നിർമ്മലീകരിക്കുക തന്നെ ചെയ്യും. നീ ദൈവത്തെ കാണും, നിന്റെ മുഖം തന്നെ, നിന്റെ കണ്ണ് തന്നെ കാണും. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. എത്ര ശ്രേഷ്ഠകരമായ അനുഭവം. ഉൽപ്പത്തി പുസ്തകത്തിലെ സാറായ്ക്കൊരു കുത്തൻ ജനിച്ചു. എന്താണ് നാം ഒന്ന് പഠിക്കാനുള്ള കാര്യം? എനിക്കും വാഗ്ദത്ത സന്തതി എൻ്റെ ഹൃദയത്തിൽ സ്വന്തമായിട്ട് എനിക്ക് വരും. ദാസിയുടെ മകനല്ല, ഇസ്മായേൽ അല്ല. ദൈവത്തിൻ്റെ ആഗ്രഹം നീ തന്നെ ഗർഭം ധരിക്കും, നീ തന്നെ പ്രസവിക്കും. അതെ, എൻ്റെ ഹൃദയത്തിൽ തന്നെ യേശു വരും. എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിൽ വരും. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വരും. എനിക്ക് വേണ്ടി പെടഞ്ഞു മരിച്ചവൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഇടങ്ങി വരും. എൻ്റെ പാപം കഴുകിയവൻ എൻ്റെ ഹൃദയത്തിലേക്ക് വരും. അവൻ സ്വർഗ സിംഹാസനം വിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. സത്യം സത്യം സത്യം. പ്രിയപ്പെട്ടവരെ, ദൈവം വാക്ക് തന്നതാണ്. നേടിയെടുക്കാൻ എത്ര പേരുണ്ട്? നമുക്കിത് വന്നുള്ള അനുഭവം എന്താണ്? പ്രകടമായി നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപക്ഷമ, പാപത്തെക്കുറിച്ചുള്ള ആ അങ്കലാപ്പുകളെല്ലാം മാറും. പിശാചിൻ്റെ നിരന്തരമായ ഭീഷണി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടിയെന്നുള്ള ബോധ്യം നമുക്ക് തരും ഒരു വലിയ സന്തോഷം. എന്താണ് സന്തോഷം? ആത്മാവിൻ്റെ സന്തോഷം. സ്വർഗരാജ്യം എനിക്ക് നിഷേധിക്കില്ല എന്നുള്ള സന്തോഷം. ഉയരത്തിലേക്ക് പോകാനുള്ള സന്തോഷം. ഈ ലോകത്തോട് യാത്ര പറയാനുള്ള സന്തോഷം. എന്തെല്ലാം സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ലെന്നുള്ള ഹൃദയത്തിൻ്റെ ഉറപ്പ്. ആ പാറമേലാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്നുള്ള ബോധ്യം. കാൽവരി കുരിശ് എനിക്ക് വ്യക്തമായി തെളിച്ചു തരും. ആ കാൽപാദത്തിലാണ് എൻ്റെ വിശ്രാമസ്ഥലം. ആ കാൽപാദത്തിലാണ് എൻ്റെ സമാധാനം, സന്തോഷം. എൻ്റെ ഭാരങ്ങൾ വന്നാൽ അതെല്ലാം അവിടെ കൊണ്ട് ഇറക്കിയിട്ടാൽ ഏറ്റെടുക്കാൻ ഒരാളെന്നുള്ള ബോധം. അതാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമെന്ന് പറയുന്നത്. ലോകം തരാത്ത സമാധാനം നിങ്ങൾക്ക് വേണ്ടേ? പ്രിയപ്പെട്ടവരെ, ലോകത്തിന് എടുത്തു കളയാൻ വയ്യാത്ത സമാധാനം നിങ്ങൾക്ക് വേണ്ടേ? സ്വർഗീയ സമാധാനം വേണ്ടേ? കർത്താവായ യേശു ക്രിസ്തു പിതാവിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ച സമാധാനം നിങ്ങൾക്ക് വേണ്ടേ? പ്രിയപ്പെട്ടവരെ, ലോകം തരാത്ത സമാധാനം,
അപ്പോസ്തലൻ പ്രതികൂല സാഹചര്യത്തിൽ ഫിലിപ്പൻ കാരാഗ്രഹത്തിൽ ഇതാ പ്രതികൂലമാണെങ്കിലും വേദനയാണെങ്കിലും ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ചു എന്ന് പറയുന്നു. ആ സ്തുതി വേണ്ടേ? പണ്ടത്തെ സ്തുതിയെക്കുറിച്ച് അനേകം സാക്ഷ്യം പറയാറുണ്ട്. ഇന്ന് സ്തുതി ഉണ്ടോ എന്നാ ചോദ്യം. ഇന്ന് ആ സാന്നിധ്യമുണ്ടോ? ഇന്ന് ആ ആരാധനയുണ്ടോ? പാട്ടുപാടി സ്തുതിക്കുന്ന ആ അനുഭവം ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം അത് നിസ്സാര കാര്യമൊന്നുമല്ലത്. എത്ര പേർക്കൊണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ പാപം ചെയ്യുകയില്ല. ഇന്ന് അനേകരെ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞതിന് കാര്യം അവർ ദൈവത്തെ കാണുന്നില്ല, അറിയുന്നില്ല, ദൈവ സാന്നിധ്യം ഇല്ല. എന്നാൽ ദൈവ സാന്നിധ്യം ചോദിച്ചു വാങ്ങിച്ചാൽ ആ ദൈവം കൂടെ വരുമ്പോൾ, ആ ദൈവം കരം പിടിക്കുമ്പോൾ, ആ ദൈവത്തെ കാണുമ്പോൾ, മുഖാമുഖമായി കാണുമ്പോൾ എങ്ങനെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും? എങ്ങനെ പാപത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും? എങ്ങനെ ഭാരപ്പെടാൻ പറ്റും? എൻ്റെ കാര്യം നോക്കാൻ ഉടയവനുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരു അപ്പനുണ്ട്, എൻ്റെ കാര്യം കാണാനും കേൾക്കാനും എന്നോട് സഹതാപത്തോടു കൂടി എൻ്റെ ചേർന്ന് നടക്കാൻ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ ചേർന്ന് നടക്കാൻ ഒരു ദൈവമുണ്ട്. ഈ യേശുക്രിസ്തുവിനെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഈ യേശുക്രിസ്തുവോട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടോ? യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് വല്ല പരിപാടിയുണ്ടോ? കൂട്ടരെ, ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വേദപുസ്തകം ഇത്ര അധ്യായം വായിക്കുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ക്രിസ്തുവിനകത്ത് മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? നിന്റെ നാവിലെ സ്തുതിയുണ്ടോ? നിനക്ക് ആരാധന ലഭിച്ചുവോ? പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് സൗജന്യമായി നമുക്ക് തന്നിരിക്കുകയാണ്. ഈ നല്ല കാലം പാഴാക്കി കളയല്ലേ. ഈ നല്ല കാലത്ത് ദൈവത്തെ വിളിക്കുക, അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, സകലതും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, ആ നല്ല സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാട്ടെ. ദൈവത്തിന് സ്തോത്രം.